പേടകത്തിന്റെ കവാടം തുറക്കുകയാണ്. തുറക്കുന്നതിന് തൊട്ടു മുൻപുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നു. ഇനി ഏത് നിമിഷവും ഡ്രാഗൺ ക്രൂ മൊഡ്യൂളിന്റെ കവാടം തുറക്കും. ആ കവാടം തുറന്നു കഴിഞ്ഞാൽ മൊഡ്യൂളിനകത്തുള്ള യാത്രികർക്ക് പുറത്തേക്ക് വരാം. അതിനു മുൻപ് അവർ തിരികെ കൊണ്ടുവന്ന കാർഗോ, അവർ കൊണ്ടുവന്ന സാമ്പിളുകൾ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷമാകും യാത്രികർ പുറത്തേക്ക് ഇറങ്ങുക. ഗിബിൻസിന്റെ ശബ്ദം നമുക്ക് അതിൽ നിന്ന് കേൾക്കാം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാണ്, വാതിൽ തുറക്കൂ എന്ന് പറയുകയാണ്. മാത്രമല്ല അവിടുത്തെ തണുപ്പിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് വരികയില്ലായിരിക്കും, കാരണം അന്തരീക്ഷമായിട്ടൊക്കെ ഒരു താതാത്മ്യം പ്രാപിക്കണ്ടേ? അല്ല, ഇനിയിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ വലിയ സമയമെടുക്കില്ല. പക്ഷേ അതിനകത്തുനിന്ന് ആദ്യം ഈ സാമ്പിളുകളും അവരുടെ വസ്തുക്കളും യാത്രയുടെ വസ്തുക്കളും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ പുറത്തേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞ തവണ വന്നതിന്റെ അനുഭവത്തിലാണ് പറയുന്നത്. ഒരു പക്ഷേ ഇനി അത്തവണ ആ സമയത്താണ് ഇപ്പോൾ ആ കവാടം തുറന്നിരിക്കുന്നു. ഇതിനകത്ത് കയറും, ഇപ്പോൾ അങ്ങോട്ടേക്ക് ആളുകൾ കയറും. ഡ്രാഗൺ അകത്തേക്ക്, എൻ്റർ ദ ഡ്രാഗൺ. നോക്കൂ, ഇത് ഡ്രാഗൺ അകത്തേക്ക് അവർ ഇവിടെയുള്ള ആക്സിയം സ്പേസിന്റെ അല്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ആളുകൾ, പരിശീലനം നേടിയ ആളുകൾ കയറി ഇപ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഗോ ആയിരിക്കാം, അവിടെ കൊണ്ടുപോയ വസ്തുക്കളായിരിക്കാം തിരികെ കൊണ്ടുവരിക ആദ്യം. നേരത്തെ സ്പേസസ് ട്വീറ്റ് ചെയ്തല്ലോ മിഷൻ സക്സസ് ആണ്, ശുഭയാത്ര, ശുഭാംശുവിന്റെ യാത്ര ശുഭം അല്ലേ? ശുഭയാത്ര. പെഗി വിറ്റ്സനും സ്ലാവേസ് ഉസ്നാൻസ്കിയും ടിബോർ കപ്പുവും ശുഭാംശു ശുക്ലയും നടത്തിയ യാത്ര ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് 4 രാജ്യങ്ങൾ കൂടി, അല്ലെങ്കിൽ 4 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹംഗറിയും അമേരിക്കക്കാരിയാണ് യഥാർത്ഥത്തിൽ പെഗി വിറ്റ്സൺ. നാസയിലായിരുന്നു 2018 വരെ. അതിനുശേഷമാണ് ആക്സിയം സ്പേസിലേക്ക് മാറുന്നത്. ഹംഗറിയിൽ നിന്ന് ടിബോർ കപ്പുവിന്റെയും സ്ലാവേസ് ഉസ്നാൻസ്കിയുടെയും ശുഭാംശുവിന്റെയും കന്നി യാത്രയാണ്. അപ്പോൾ ഇതിനു മുൻപ് പോയിട്ടുള്ള അനുഭവം പെഗി വിറ്റ്സന് മാത്രമാണ്. എക്സ്പീരിയൻസ് ഒരു ആസ്ട്രോണോട്ട് എന്ന് പറയുന്നത് പെഗി മാത്രമാണ്. അതെ. Looks like we're getting the crew's getting some first photos. രാജ്യം കണ്ണിമ ചുമ്മാതെ കാണുകയാണ് ശുഭാംശുവിന്റെ എൻട്രി. ഇപ്പോൾ പുറത്തേക്കിറങ്ങാൻ തയ്യാറായി യാത്രികർ നിൽക്കുകയാണ്. ഏത് നിമിഷവും ശുഭാംശു ശുക്ല പേടകത്തിന് പുറത്തേക്ക് ഇറങ്ങും. നമ്മൾ നേരത്തെ ഇതിന്റെ കവച സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ സച്ചിൻ? ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ, അതായത് ഈ പേടകത്തിന്റെ മുകളിൽ കാണുന്ന പാടുകൾ, ഈ പാടുകളാണ് യഥാർത്ഥത്തിൽ അതിനെ തടഞ്ഞു നിർത്തിയത്. അടയാളമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായ ഘർഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ പാടുകൾ ആണ് യഥാർത്ഥത്തിൽ അത്. See the crew is handing some of their cargo that looks like their tablets that they use throughout their mission, making it a little easier for crew to. ഇപ്പോൾ ആ മിഷനായി അവരുടെ കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റുകളുണ്ട്, അതാദ്യം പുറത്തേക്ക് എടുത്തു. അതായത് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിരുന്ന ടാബ്ലറ്റുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാമറാമാൻ നേരെ അകത്തേക്ക് കയറി.
അതിൽ നിന്ന് സുനിത വില്യംസ് കൈവീശ വിഷ്വൽസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കാത്തിരിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നവർ പക്ഷേ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഉള്ള അതിനകത്തുള്ള കാഴ്ചകളിലേക്ക് ഒന്ന് പോയേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് സുരക്ഷിതമായിരിക്കുന്നു. ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് അത് ആരൊക്കെയാണെന്നുള്ളത് എന്നാൽ ഇപ്പൊ കണ്ട രണ്ടാളുകൾ അത് ആരൊക്കെയായാലും പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത്. പുഞ്ചിരി, അഭിമാനം, പ്രതീക്ഷ.